സ്വസ്ഥതയും സമാധാനവും വരുമാനമുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ടാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് സോണിയും ഭാര്യ അൽപ്പാനയും കോട്ടയത്തേക്ക് എത്തിയത്. പക്ഷേ കോട്ടയത്തെത്തിയപ്പോൾ അൽപ്പാനയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. ഒരു യുവാവുമായി പ്രണയത്തിലെത്തി, പ്രണയബന്ധം ചോദ്യം ചെയ്തതോടെ വഴക്കായി. എന്നിട്ടും പ്രണയബന്ധത്തിന് പിന്മാറാത്തതിനെ തുടർന്ന് അൽപ്പാനയെ സോണി കൊലപ്പെടുത്തി. കോട്ടയം അയർക്കുന്നത്തെ കൊടും കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അയർക്കുന്നത്തെ ഇതര സംസ്ഥാനക്കാരുടെ കൊലപാതകത്തിൽ പ്രതി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തൽ. കൊല്ലപ്പെട്ട അൽപ്പനയുടെ മൊബൈൽ ഫോണും വസ്ത്രങ്ങളും പ്രതി ഒളിപ്പിച്ചിരുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് അയർക്കുന്നം പോലീസ് അറിയിച്ചു. പറമ്പിൽ കരാർ നൽകിയ പറമ്പിലാണ് ഭാര്യ അൽപ്പനയുടെ മൃതദേഹം സോണി കുഴിച്ചിട്ടത്. ഇന്നലെ മൃതദേഹമടക്കം പോലീസ് കണ്ടെത്തിയിരുന്നു. കൃത്യത്തിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നു. കരുതിക്കൂട്ടിയുള്ള കൊലപാതകം തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് തെളിവ് നശിപ്പിക്കാൻ പ്രതി സോണി ശ്രമിച്ചത്. കൊലപാതകത്തിന് ശേഷം അൽപ്പനയുടെ ചെരുപ്പുകൾ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു. കൂടാതെ അൽപ്പന ഉപയോഗിച്ച മൊബൈൽ ഫോണും വസ്ത്രങ്ങളും എവിടെയോ ഉപേക്ഷിച്ചു. അൽപ്പന ഒളിച്ചോടിയെന്ന് വരുത്തി തീർക്കാനായിരുന്നു പ്രതിയുടെ ലക്ഷ്യം. ചെരുപ്പ് ഇന്നലെ തന്നെ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തു. ബാക്കിയുള്ള തെളിവെടുപ്പിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങാനും തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ഇത് സംബന്ധിച്ച അപേക്ഷ കോടതിയിൽ നൽകും. എവിടെയാണ് മൊബൈൽ ഫോണും വസ്ത്രങ്ങളും ഉപേക്ഷിച്ചതെന്ന് പ്രതി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ചോദ്യം ചെയ്യലും ആവശ്യമാണ്. 5 ദിവസമെങ്കിലും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് പോലീസിന്റെ തീരുമാനം. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.